നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നാണല്ലോ ഫ്രാൻസ്. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവരുടെ ആദ്യ സന്നാഹ മത്സരം ഇന്ന് കളിക്കുകയാണ്. എതിരാളികൾ ഐവറി കോസ്റ്റാണ്. രാത്രി ഇന്ത്യൻ സമയം 12:40 ഈ കളി നടക്കുന്നത്. അപ്പോൾ ഈ കളി ഇപ്പം സെനഗലിനെതിരെ അവർക്ക് വേൾഡ് കപ്പിൽ കളിയുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ആഫ്രിക്കൻ വമ്പന്മാരുമായിട്ട് മുട്ടുകയാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ദിദിയ ദശാമിനോടത് ചോദിച്ചു. സെനഗലിനെതിരെയുള്ള കളിക്കുള്ള സ്റ്റാർട്ടിംഗ് 11 ഇപ്പോൾ ഓൾറെഡി ആയോ, എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ഈ ടീമിനെ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, ഒബ്വിയസ്ലി സെനഗലിനെതിരെ കളിക്കാനുള്ള സ്റ്റാർട്ടിംഗ് 11 എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചില സന്നാഹ മത്സരങ്ങൾ കളിക്കാനുണ്ട്. എല്ലാ താരങ്ങളും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ 11 സ്റ്റാർട്ടേഴ്സ് മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 13, 14 താരങ്ങളെങ്കിലും സ്റ്റാർട്ട് ചെയ്യും എന്ന് ഉറപ്പിച്ച് നിൽക്കുന്നവരുണ്ടാകും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അവരുടെ മനസ്സിലൊക്കെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, USA വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. ആ 2 മത്സരങ്ങൾ നേരത്തെ അവിടെ പോയി ഞങ്ങൾ മാർച്ച് മാസത്തിൽ കളിച്ച കളികളിൽ നിന്ന് തന്നെ അവിടുത്തെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. സോ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. എന്നിട്ട് പിന്നെ 2-3 താരങ്ങളെ കൂടി ഞാൻ എന്തായാലും പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കളിക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പ്ലേയിങ് ടൈം ഞാൻ മിക്ക താരങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇപ്പോൾ 23 താരങ്ങൾ സ്ക്വാഡിൽ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരെയും നമുക്ക് കളിപ്പിക്കാൻ പറ്റൂല. ഇപ്പോൾ 26 അംഗ സ്ക്വാഡാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയാവുന്നത്ര താരങ്ങളെ പോസിബിൾ ആവുന്ന രൂപത്തിൽ ഇറക്കുക എന്നുള്ളതാണ് ഞാൻ എന്തായാലും ചിന്തിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഐവറി കോസ്റ്റിനെ മികച്ച ഒരു ആഫ്രിക്കൻ എതിരാളികളായിട്ട് തന്നെ കോച്ച് വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് മികച്ചൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കണം. കോച്ച് പറയുകയാണ് ഐവറി കോസ്റ്റിനെ കുറിച്ച്, ദേ ആർ അമംഗ് ദി വെരി ബെസ്റ്റ് ആഫ്രിക്കൻ ആൻഡ് വേൾഡ് നേഷൻസ്. ലോകത്തെ മികച്ച ടീമുകളുടെ കൂട്ടത്തിൽ, മികച്ച ആഫ്രിക്കൻ ടീമുകളുടെ കൂട്ടത്തിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ടീമാണ്. അവരുടെ ക്വാളിറ്റി, പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി, യങ് ടാലൻസ്, അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിച്ചുള്ള പരിചയമുള്ള താരങ്ങൾ. അതുകൊണ്ട് വലിയ നേട്ടങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ളൊരു ടീമിനെതിരെയാണ് ഞങ്ങൾ കളിക്കുന്നത്. ആ കൃത്യമായ ബോധ്യത്തിൽ തന്നെയാണ് ഈ ടീമിനെ ഇറക്കുന്നത് എന്ന് കോച്ച് പറയുന്നുണ്ട്. സാലിബയുടെ കാര്യം, സാലിബ ഇപ്പം ഇന്നലെ ട്രെയിനിങ് സെഷനിൽ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കില്ല എന്ന് തന്നെ കോച്ച് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ടീമിൻ്റെ ഒരു പ്രോബബിൾ 11 എങ്ങനെയാകും, സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാകും എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ മൈക്ക് മൈഗ്നൻ ആയിരിക്കും അവരുടെ ഗോൾ കീപ്പർ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഡിഫൻസിൽ ഹൂൾസ് കുണ്ടെ, ഇബ്രാഹിമ കൊനാറ്റെ, ഡായോട്ട് ഉപ്പമക്കാനോ, തിയോ ഹെർണാണ്ടസ് എന്നിവരെയാണ് സ്റ്റാർട്ടിംഗ് 11 പ്രതീക്ഷിക്കുന്നത്. മിഡ്ഫീൽഡിലാണെങ്കിൽ ഓർലിൻ ഷൂമനി, അഡ്രിയൻ റാബിയോട്ട്, അവർ ആ ഒരു പെയർ ഒരുമിച്ച് കളിക്കാനാണ് സാധ്യത. മുന്നേറ്റത്തിൽ മൈക്കൽ ഒലീസെ, റയാൻ ചെർക്കി, മാർക്കസ് തുറാം, അതുപോലെ കിലിൻ എംബാപ്പെ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ ഒരു 11. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ മൈക്ക് മൈഗ്നൻ, ഹൂൾസ് കുണ്ടെ, കൊനാറ്റെ, ഉപ്പമെക്കാനോ, ഹെർണാണ്ടസ്, ഷൂമനി, റാബിയോട്ട്, ഒലീസെ, ചെർക്കി, തുറാം, എംബാപ്പെ. എന്തായാലും മികച്ചൊരു വിജയത്തോടു കൂടി സന്നാഹ മത്സരം പൂർത്തീകരിക്കുക, അങ്ങനെ വേൾഡ് കപ്പിന് സജ്ജമാണെന്ന് എതിരാളികൾക്ക് മുന്നിൽ ഒരു ഡിക്ലറേഷൻ നടത്തുക. അതായിരിക്കും ഇന്ന് ദിദിയ ദശാമും സംഘവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു.